സൂപ്പർ പടം, സൂപ്പർ പടം. തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണണം. KGF ഇച്ചിരി കൂടെ അപ്ഡേറ്റഡ് വെർഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കണ്ടൊരു പടം. പൃഥ്വിരാജ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പറായി. സിനിമ ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്. പിന്നെ കുഴപ്പമില്ല, കണ്ടിരിക്കാം. പിന്നെ പ്രശാന്ത് നീലിനെ നോക്കുമ്പോ അത്രക്ക് ഒന്നുമില്ല. പിന്നെ മലയാളം ഡബ് ഒട്ടും പോലെ. KGF അടുത്ത് പോലും വെക്കാൻ പറ്റില്ല. പക്ഷെ ഇന്റർവെൽ പഞ്ചും കൊള്ളാം, ക്ലൈമാക്സും കുഴപ്പമില്ല. പിന്നെ മലയാളം ഡബ്ബാണ് ഒട്ടും പറ്റാത്തത്. അതൊക്കെ ഏകദേശം എല്ലാം KGF പോലെ തന്നെ. പിന്നെ സെക്കൻഡ് പാർട്ടിലോട്ട് വെച്ച് നിക്കണത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പുള്ളി പറഞ്ഞല്ലോ ലാസ്റ്റത്തെ മിനിറ്റിലും വെയിറ്റ് ചെയ്യാൻ എന്താ ഉണ്ടാവുമെന്ന്. അങ്ങനത്തെ പ്രത്യേകിച്ച് ഒന്നായിട്ടും തോന്നിയൊന്നുമില്ല. പ്രഭാസ് കുഴപ്പമില്ല, പക്ഷെ വമ്പൻ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. ബാഹുബലി കണ്ടുള്ളതിൽ ഉള്ളൊരു സിനിമയായിട്ട് വേണമെങ്കിൽ പറയാം. പൃഥ്വിരാജിന്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പുള്ളി സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴാണ് തന്നെ. വേറെ പ്രത്യേകിച്ച് നമ്മ കണ്ടിരിക്കണം അങ്ങനെ പറയാനായിട്ടൊന്നും ഹൈപ്പിനുള്ളതൊന്നുമില്ല. പക്ഷെ കുഴപ്പമില്ല, കണ്ടിരിക്കാം. പടം നല്ലതാണ്, നല്ല പടമാണ്. ആക്ച്വലി ഈ ഹൊമ്പാലയുടെ ബാക്കിയുള്ള പടങ്ങൾ പോലെ മേക്കിങ്ങും കാര്യങ്ങളും അടിപൊളിയായിരുന്നു. ഫ്രെയിംസ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. യൂസയുടെ കളർ ഗ്രേഡിങ്, അതേപോലെ തന്നെ ഇവരുടെ ഡയലോഗ്സ്, സ്ക്രിപ്റ്റിന്റെ അകത്ത് വരുന്ന ഡെപ്ത് സാധനങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഓവറോൾ ലൈക്ക് ഹൊമ്പാലയുടെ പടങ്ങളോ തന്നെ KGFന്റെ ലെവൽ അങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് അറിയില്ല. ബട്ട് അവരുടെ ഒരു മേക്കിംഗ്, അവരുടെ ഒരു ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ വിത്ത് സ്റ്റാൻഡിങ് സാധനം തന്നെയാണ്. സെയിം ലെവൽ ഓഫ് സാധനം തന്നെയാണ്. ലൈക്ക് അതിനെപ്പറ്റി ഞാൻ പറയാനില്ല. ലൈക്ക് അത് ആക്ച്വലി പടത്തിന്റെ സ്റ്റോറിയുടെ ഭാഗങ്ങളല്ല. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ബട്ട് പടം ആക്ച്വലി വർത്താണ്. ഇപ്പൊ KGF 2, അതേപോലെ തന്നെ സലാർ എന്നൊക്കെ പറയാം. പടങ്ങള് നല്ല പടമാട്ടെ, സൂപ്പർ പടമായിരുന്നു. അടുത്ത രണ്ടുപേരും ആക്ച്വലി ഒരേപോലെ തന്നെയാണ്, ഒരേ ലെവലാണ്. നമുക്ക് ആദ്യം തോന്നും പ്രഭാസിനാണ് കുറച്ച് സ്ക്രീൻ സ്പേസ് കൂടുതലുണ്ട്. പക്ഷേ എന്നോടാവുമ്പോ രണ്ടുപേരും സൂപ്പറാണ്. അത് മേ ബി ഡയലോഗിന്റെ ആയിരിക്കും. മേ ബി KGF എപ്പോഴും യാഷിന്റെ ഡയലോഗ് ഭയങ്കര ഫെയിമാണല്ലോ. അത്രയും നമുക്ക് അങ്ങനെ മനസ്സിൽ വെക്കുന്ന ഡയലോഗ്സ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നല്ല ഡയലോഗ്സ് ഉണ്ട് പറയാം. രാജോട്ട് നല്ല സ്കോറിംഗ് ആണ്. നമുക്ക് ഏറ്റവും അവസാനത്തെ ഒരു 30 or 45 മിനിറ്റ്സ് ആണ് കൂടുതലും പൃഥ്വിരാജിന്റെ സീൻ വരുന്നത്. അതെല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളി, നല്ല പടം, കണ്ടിരിക്കാം. വളരെ മികച്ച പടമായിരുന്നു. KGFന്റെ ലെവൽ ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ വേണ്ടി പ്രശാന്ത് നീൽ മാക്സിമം ശ്രമിച്ചു. അതിന്റെ അത്രത്തോളം എത്തിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിലയിരുത്താനുള്ള ഒരു ലെവലില് പറയാൻ പറ്റില്ല. പക്ഷെ KGFനോട് ഒത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് പ്രശാന്ത് നീൽ കാണിച്ചിട്ടുണ്ട്. സിനിമയിൽ തിയേറ്ററിൽ കണ്ടിരിക്കാനുള്ള അത് കിടിലമായിട്ടുള്ള ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നല്ല രീതിയിലുണ്ട് പടത്തിൽ. പ്രഭാസിന്റെയും പൃഥ്വിരാജിന്റെയും കോമ്പിനേഷൻ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ഇൻ ദെയർ കരിയർ, ഐ വുഡ് സേ. KGFന്റെ അത്രയൊന്നും ഇല്ല, പക്ഷെ കുഴപ്പമില്ല, കാണാം. തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റിയ കൊള്ളാം, നല്ല അഭിനയമായിരുന്നു. പ്രഭാസിനെക്കാളും എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നി.